ഇതൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. ഇപ്പം മണി ഏകദേശം 5 മണിയായിട്ടുണ്ടാവും. അപ്പം ഞാനിപ്പം അമ്മയുടെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഈവനിങ് ആയിട്ട് നാളെ അവധിയാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഇപ്പം സാധാരണ നമ്മളിവിടെ വന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും മോനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്യാറ്. കാരണം അവന് ട്യൂഷനുണ്ട്. അപ്പോൾ ആ നേരത്തെ നമ്മളവിടെ എത്തണം. പക്ഷെ ഇന്ന് പോയില്ല. ട്യൂഷന് പോകാതെ കള്ളമടിച്ച് നിൽക്കുന്ന യാഷ് സ്വരാജിനെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങളൊരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു വെറുതെ ഇരിക്കാമല്ലോ. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ ഇവിടെ നമ്മുടെ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ അമ്മയുടെ വീടിൻ്റെ പരിസരം. നമ്മൾ ഇവിടെ ഇങ്ങനെ സ്ഥലം കുറേ ഇങ്ങനെ വെറുതെ കിടപ്പുണ്ടായിട്ട്. അപ്പം നമ്മൾ വൈകുന്നേരമല്ലേ ഇവിടേക്ക് വെറുതെ ഇറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇവിടെയൊക്കെ എങ്ങനെയാണ് ഗൈസ്? മഴയുണ്ടോ? നല്ല മഴയുണ്ട് ഞങ്ങൾക്ക് ഇവിടെ. സ്ലിപ്പാവല്ലേ അച്ചു? ഞങ്ങൾക്കിവിടെ നല്ല മഴയാണ് കേട്ടോ തിരുവനന്തപുരത്ത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇന്നലെയൊക്കെ പറയണ്ട, ഇന്ന് പിന്നെ പറയണ്ട, ഭയങ്കരമായിട്ട് ഇരുണ്ട് മൂടി കിടക്കുകയാണ് കേട്ടോ. അത്രയ്ക്ക് അത്രയ്ക്ക് മഴയാണ്, ഭയങ്കര മഴയാണ് കേട്ടോ. നല്ല തണുപ്പായിട്ട് നമുക്ക് ഇങ്ങനെ ഭയങ്കര തണുപ്പ്. വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. യാഷ് പറയുന്നുണ്ട് വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾ എങ്ങനെയെങ്കിലും സ്കൂളിലൂടെ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് സത്യം പറഞ്ഞെങ്കിൽ തണുത്ത് വിറച്ചിരിക്കുമ്പോഴത്തേക്ക് ഒരു ജോലിയോ ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യത്തിനും ഒരു ഉഷാറുണ്ടാവില്ല, ഒന്നും ചെയ്യാനും തോന്നില്ല. അതാണ് വേറൊരു കാര്യം കേട്ടോ. ഇത് താഴത്തെ സ്ഥലമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സ്ഥലം കേട്ടോ. ഇപ്പോൾ കുറച്ച് മുന്നേ 2 ദിവസം മുന്നേ ഇവിടെയൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി, ആളെ നിർത്തിയൊക്കെ വൃത്തിയാക്കിയതാണ്. മഴ പെയ്ത് വീണ്ടും ഇവിടെ വൃത്തികേടാകാൻ തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ അടുത്ത നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും അറിയില്ല, അടുത്ത മഴ ഇങ്ങനെ ഏറച്ച് ശക്തിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നമ്മളിവിടെ കൂടുതൽ നിന്നാൽ ശരിയാവില്ല, നനയാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ ഇറങ്ങി നിന്നപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ തിരിച്ചു കയറാനും തോന്നുന്നില്ല, വൈകിയ സമയമല്ലേ. ഇവിടെ നമുക്ക് വാഴ, പിന്നെ നമുക്കൊരു ജാമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ ജാമ്പക്ക മരമാണ്, കാണുന്നുണ്ടോ നിങ്ങള്? ഇതെന്ത് മരമാടാ? ഇതെന്താടാ ഇത്? എനിക്കും അറിയില്ല ഇതെന്താണെന്ന്. എന്തോ എനിക്കൊരു പിടിയില്ല. ഇത് പിന്നെ ഇത് പച്ചമുളക്, വാഴ, അങ്ങനെ കുറച്ച് ചെറിയ രീതിയിലുള്ള കൃഷിയൊക്കെ. പിന്നെ നമ്മൾ തന്നെ കൃഷി ചെയ്യാതെ മതിലിൽ ആലിങ്ങനെ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ. അത് നമ്മുടേതാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ലല്ലേ. പലയിടത്തും പറ്റിപ്പിടിച്ച് വളരുന്നതൊക്കെ നമ്മുടെ അവകാശമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് മാവാണ് കേട്ടോ. ഇതൊരു മൂവാണ്ടനാണ്, 3 വർഷത്തിലൊരിക്കൽ കായ്ക്കുന്ന ആ മാവാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ തെങ്ങ്, പിന്നെ നമ്മുടെ അല്ലാത്ത എന്താണ് നമ്മുടെ ഗാർഡൻ ഫ്രണ്ടിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ. പിന്നെ നമുക്കിവിടെ പപ്പായ നിൽപ്പുണ്ട്. ഇതൊക്കെ വിളഞ്ഞു വരുന്നതേ ഉള്ളൂ കേട്ടോ. അച്ഛൊരു പാട്ട് പാടടാ. ഇല്ലുമില്ലാട്ട് പഠിക്കോ? ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഗൈസ്. ഇവിടെ നമ്മൾ ഇങ്ങനെ നേരെ അങ്ങോട്ട് നോക്കുമ്പോൾ പട്ടം മെഡിക്കൽ കോളേജ് ആ ഒരു ഏരിയ ആണ് കേട്ടോ. അവിടെയൊക്കെ ഇവിടുന്ന് കാണാമായിരുന്നു. ഞാൻ പണ്ട്
സ്കൂളിൽ പോകുന്ന ആ ഒരു റൂട്ടൊക്കെ നമുക്ക് നമ്മുടെ കിച്ചണിൽ നിന്നാൽ കാണാമല്ലോ. കാരണം ഈ സ്ഥലം എന്ന് പറയുന്നത് അത്രയും ഹൈറ്റിലിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറേ വ്യൂ ഉണ്ട് കേട്ടോ. രാത്രിയൊക്കെ നല്ല രസമാണ്. ഇങ്ങനെ ഓരോ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ ലൈറ്റ് കത്തി കിടക്കുന്നത് ഇവിടെ നിന്നാൽ നന്നായിട്ട് കാണാൻ പറ്റും. നല്ല വ്യൂ ആണ്. അപ്പോൾ ഇവിടെ ഇറങ്ങി നിന്നാൽ പിന്നെ വീട്ടിനകത്തോട്ട് കയറാനായിട്ട് തോന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ഈവനിങ് ആയിട്ടുള്ള അടുത്ത പരിപാടി എന്താണെന്നല്ലേ? അടുത്ത പരിപാടി എന്താണെന്നറിയാവോ? ചായ കുടിക്കലാണ്. ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചായ കുടിക്കില്ല. പക്ഷെ ചില സമയങ്ങളിൽ എനിക്കങ്ങ് ചായ കുടിക്കാൻ തോന്നും ഗൈസ്. എന്താണെന്ന് അറിയില്ല. ചില സമയത്ത് മാത്രം. അപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അമ്മയോട് ചായ ഇട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചായ കുടിക്കാം. അന്ന് വാങ്ങിച്ചോ അത്? ചൂട് മക്കളെ. അപ്പൊ ഉണ്ടല്ലോ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. ഇരുണ്ട് ആകെപ്പടി. ഇവിടെയൊക്കെ ഭയങ്കര ഇരുട്ടായി കിടക്കാണ്. അപ്പൊ നമുക്ക് ലൈറ്റ് ഇട്ടിരിക്കുക. ഓക്കെ. അപ്പൊ ഞാൻ എന്താ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്റെ ടൈം ചായ കുടിക്കാത്ത ഞാൻ വല്ലപ്പോഴും മാത്രം ചായ കുടിക്കുന്ന ഞാൻ. അപ്പൊ ചായക്ക് റസ്കം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ. ഞാൻ വേറെ ആളെ കണ്ടിരാവേ. ദേ ഇവിടെ ഒരാൾ ഉറക്കമായിരുന്നേ. ഇപ്പതാ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് എന്റെ അമ്പുടുക്കുട്ടൻ. വയ്യായിട്ട് അവന് ഭയങ്കര ജലദോഷമാണ്. അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാവം കുട്ടി ഇപ്പൊ ഉറക്കം എഴുന്നേറ്റ് വന്നതേ ഉള്ളു. ഓക്കെ പിണങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇത്രയുള്ള ഒരു കുട്ടി ഈവനിങ്. അപ്പൊ അമ്മയുടെ വീട്ടിലായതുകൊണ്ട്, നമ്മുടെ വീട്ടിലാണെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ചേട്ടൻ വിളിക്കാൻ വരും. ഞങ്ങൾ വീട്ടിലേക്ക് പോവും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈവനിങ് വ്ലോഗ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ടാറ്റ, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.